വിഷയമായിട്ട് അത് രാവിലെ എഴുന്നേറ്റത്തിന് തന്തയ്ക്ക് വിളിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ CEO ആയിട്ടുള്ള അഭിക് ചാറ്റർജിയുടെ തന്തയില്ലായ്മകൾ കേൾക്കുമ്പം പറയാതിരിക്കാൻ പറ്റത്തില്ല. റിയാലിറ്റിയും എക്സ്പെക്ടേഷനും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. കാരണം ഈ ഒരു സീസണിൽ നമ്മൾ സർവൈവൽ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. അതുകൊണ്ട് പദ്ധതിയിൽ ചില മാറ്റങ്ങൾ വേണ്ടി വന്നു. നമ്മൾ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഇനിയും അപ്ഡേഷൻ നടത്തേണ്ടിയിരിക്കുന്നുണ്ട്. നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തണം എന്നൊക്കെയാണ് പറയുന്നത്. ആവശ്യമുള്ള ഇന്ത്യൻ താരങ്ങളെ മൊത്തം പറഞ്ഞു വിട്ടിട്ട് ഒരു പണിയില്ലാതെ ടർഫ് കണ്ടിട്ട് കാലങ്ങളായിട്ടുള്ള 5 പൈസ വരുമാനം കൊടുക്കണ്ടാത്ത, അതായത് 5 പൈസ പോലും പ്രതിഫലമായിട്ട് കൊടുക്കണ്ടാത്ത സീറോ സാലറിയിൽ ടർഫിന് പുറത്ത് കാലങ്ങളായിട്ടിരിക്കുന്ന വിദേശ താരങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവന്മാർ എന്ത് എക്സ്പെക്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് ക്ലബ്ബുകളെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, അത്യാവശ്യമല്ല മികച്ച ക്വാളിറ്റിയുള്ള ഇന്ത്യൻ താരങ്ങളെ നല്ല പ്രതിഫലം കൊടുത്ത് വെക്കുന്നു. അതുകൂടാതെ മികച്ച വിദേശ താരങ്ങളെയും പ്രോപ്പറായിട്ട് പ്രതിഫലം കൊടുത്ത് കളിക്കാൻ കൊണ്ടുവരുന്ന ഒരു ലീഗിലേക്ക്, ഒരു രാജ്യത്തിന്റെ ടോപ്പ് ഡിവിഷൻ ലീഗിലേക്ക് ആവശ്യമുള്ള ഫോറിൻ ഇന്ത്യൻ പ്ലേയേഴ്സിനെ മൊത്തം പറഞ്ഞു വിട്ടിട്ട് അതിനന്ന് കച്ചവട ലാഭം ഉണ്ടാക്കിയിട്ട് പ്രതിഫലം വേണ്ടാത്ത സീറോ സാലറിയിൽ വർഷങ്ങളായിട്ട് കളിക്കളത്തിന് പുറത്തിരിക്കുന്ന താരങ്ങൾക്ക്, വിദേശ താരങ്ങൾക്ക് കളിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത് പൈസ കൊടുക്കാതെ കളിപ്പിക്കുന്ന വിദേശ താരങ്ങളിൽ നിന്നും എന്തായിരിക്കും ഇവൻ എക്സ്പെക്ട് ചെയ്തത്? കേരള ബ്ലാസ്റ്റേഴ്സിൽ ആദ്യഘട്ടത്തിൽ സ്വന്തമാക്കിയ വിദേശ താരങ്ങളെക്കാൾ ഒരുപക്ഷെ ക്വാളിറ്റി ഉണ്ടായിരിക്കും നമ്മുടെ മലപ്പുറത്ത്, മലബാർ സൈഡിലൊക്കെ സെവൻസ് കളിക്കാൻ വരുന്ന പ്ലേയേഴ്സിന്. നമ്മുടെ ഇവിടെ സെവൻസ് കളിക്കാൻ വരുന്ന ഈസ്റ്റ് ആഫ്രിക്കൻ പ്ലേയേഴ്സിന് തന്നെ ഇവന്മാരെക്കാട്ടിൽ ക്വാളിറ്റി ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ താരങ്ങളുടെ കാര്യത്തിൽ അപ്ഡേഷൻ വേണം, മാറ്റങ്ങൾ വേണം. റിയാലിറ്റി എക്സ്പെക്ടേഷനും തമ്മിൽ അന്തരമുണ്ടെന്ന്. പൈസ കൊടുക്കാതെ കുറേ അവന്മാരെ വെറുതെ കളിക്കാൻ കൊണ്ടുവന്ന വഴിയിട്ട് അവന്മാരിൽ നിന്ന് ഇവനെന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ ആര് പറഞ്ഞു? വെറുതെ മനുഷ്യനെ നശിപ്പിക്കാനായിട്ട് എത്തും ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് അഭികേട്ടായും മാഗ്നം കൺസോഷ്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ വിധിയാണ്, അനുഭവിക്കണം.